നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, 700 പേര് ജോലി ചെയ്യുന്ന ഒരു IT കമ്പനി, അത് 2007 മുതൽ ബിൽഡപ്പ് ചെയ്ത് വന്നതാണ്. 2026 മെയ് 30 ആ കമ്പനി രാത്രിയിൽ അങ്ങ് അടയ്ക്കുന്നു. ഒരൊറ്റ ഒരാൾക്ക് നോട്ടീസ് കൊടുത്തില്ല. 700 പേരുടെ ജോലി ഇല്ലാതായി. 700 പേരുടെ ജോലി ഒരു രാത്രി കൊണ്ട് ഇല്ലാതായി. അപ്പോൾ ഇന്ത്യ റിസഷൻ മോഡിലാണോ അല്ലയോ ചോദ്യമാണ്. ഇതുണ്ടായത് മഹാരാഷ്ട്ര സ്റ്റേറ്റിലെ പൂനെയിൽ, അവിടുത്തെ ടെക് സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഫേസ് 2 തിങ്ക് ടെക്നോളജി, അതിൻ്റെ എഴുതുന്ന തിങ്ക് എന്നല്ല, താങ്ക് എന്ന രീതിയിൽ എഴുതുന്നത്. 2007 മുതലുണ്ടായ കമ്പനി 2012 എക്സ്പാൻഡ് ചെയ്തു. അത് 2026 പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തു. കമ്പനി അടയ്ക്കുകയാണ്, വേറെ വഴിയില്ല. കമ്പനി അടച്ചു. 700ഓളം ചെറുപ്പക്കാർ, എൻജിനീയേഴ്സ്, IT എൻജിനീയേഴ്സ്, ചെറുപ്പക്കാർ, ന്യൂജൻ, ഒറ്റ രാത്രി കൊണ്ട് ജോലിയില്ലാതായി. ഈ ഒരു സ്ഥാനത്ത് ഇത് കേൾക്കുന്ന എൻ്റെയോ നിങ്ങളുടെയോ മക്കൾ, ഇവർക്കൊരു രാത്രി കൊണ്ട് അവർ കിട്ടുന്ന ശമ്പളം 15,000, 20,000, 25,000. ഇതാണ് അവിടുത്തെ ഒരു ആവറേജ് സാലറി എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഫ്രഷേഴ്സിനെ എടുക്കുന്നത് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് വരുന്നവരെ, അവർക്ക് ട്രെയിനിങ് കൊടുത്തിട്ട് അവിടെ ജോലിക്ക് എടുക്കുകയാണ്. ആ ഒരു കമ്പനി ഒരു രാത്രി കൊണ്ട് അടച്ചു പൂട്ടി. ഈ പറയുന്ന ജോലിക്കാർ രാവിലെ അറിയുന്ന കമ്പനി അടച്ചു പൂട്ടിപ്പോയി. അവർ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. കമ്പനിയുടെ കീ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു. അതിൻ്റെ മുതലാളിമാർ മുഴുവനും ആ സംഭവം അവർ ലോക്ക് ചെയ്ത് അവിടുന്ന് കടന്നു കളഞ്ഞു. ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് IT, ഇൻഫർമേഷൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട ഒരു കമ്പനി ഒരൊറ്റ രാത്രി കൊണ്ട് അടച്ചു പോവുക. മഹാരാഷ്ട്ര മീഡിയ ഇത് ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്തു. ടെലിവിഷൻ ചാനൽ, യൂട്യൂബേഴ്സ്, കാരണം ചെറുപ്പക്കാരുടെ കാര്യം സോഷ്യൽ മീഡിയയിൽ വരുന്നു. പക്ഷെ നാഷണൽ മീഡിയ ഇത് അറിഞ്ഞ ഭാവവുമില്ല. ഇപ്പോൾ അവിടെ മറാഠിയായിട്ടുള്ള പൂനെയിലുള്ള ഒരാൾ, മലയാളിയാണ്, എനിക്കിത് ഫോർവേഡ് ചെയ്ത് തരുന്നത്, ദിവാകരൻ എന്ന് പറഞ്ഞൊരാൾ. അപ്പം അയാൾ പറഞ്ഞിരിക്കുകയാണ്, എനിക്ക് തന്ന മെസ്സേജിൽ താങ്കൾ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു, ഇവിടെ കമ്പനികൾ അടയ്ക്കാൻ തുടങ്ങി. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, ഇത് പൂനെയിൽ മാത്രമല്ല, ഇത് ഇത്രയും പേരവിടെ ജോലി ചെയ്യുന്നതുകൊണ്ടാണ് ഇത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ആൾക്കാരറിഞ്ഞത്. മറ്റു പലയിടത്തും 100, 150, 200 പേര് ജോലി ചെയ്യുന്ന, ഞാൻ ഈ താമസിക്കുന്നിടത്തുള്ള ഗുഡ്ഗാവ്, അപ്പുറത്ത് നോയിഡ, അതേപോലെ പല സിറ്റികളിലുള്ള പല IT കമ്പനി അടച്ചു പോവുക. കാരണം അവർക്ക് ക്ലൈൻ്റ് എന്ന് പറയുന്ന അമേരിക്കയാണ്. കാരണം അമേരിക്കയിൽ നിബന്ധന വന്നു, ഇന്ത്യയിലോട്ട് വർക്കുകൾ ഇനിയും കൊടുക്കണ്ട. ഇന്ത്യക്കാർക്ക് IT കമ്പനിയുമായി ബന്ധപ്പെട്ടവർ അമേരിക്കയിൽ വന്ന് അത് ഫിക്സ് ചെയ്യാനുള്ള വിസ കൊടുക്കണ്ട. ഈ കമ്പനിക്ക് ഇതാണ് ഉണ്ടായത്. ഒന്നാമത് AI വന്നു കഴിഞ്ഞപ്പോൾ ജോലി കുറഞ്ഞു. ഇതെല്ലാം ബേസിക്കലായിട്ടുള്ള IT അനലിസ്റ്റ് ആ രീതിയിലാണ് കയറുന്നത്. അത് കഴിഞ്ഞ് രണ്ടാമത് ഇന്ത്യ അമേരിക്ക ബന്ധം താറുമാറായി, ട്രംപുമായിട്ട് ഉടക്കി. ചെറുപ്പക്കാർക്ക് പണി കിട്ടിയോ? ഇത് ഒരു മക്കളുള്ളവരാക്കേ അറിയത്തുള്ളൂ, അല്ലെങ്കിൽ ജോലിയില്ലാത്ത ചെറുപ്പക്കാർക്കേ അറിയത്തുള്ളൂ. പെട്ടെന്ന് ഒരു രാത്രിയിൽ സുപ്രഭാതത്തിൽ അറിയുവാണ്, ഓഫീസിൽ പോയി കഴിയുമ്പോൾ ജോലിയില്ല, കമ്പനി അടച്ചുപോയി. ഇതാണ് ഞാൻ പറഞ്ഞ്, ഇങ്ങനൊരു ക്രൈസിസ് ഇന്ത്യയിൽ ഉണ്ടാക്കരുത്. കാരണം പുതിയ ജനറേഷന് ജോലിയില്ല, ഉള്ള ജോലി പോവുകയാണ്. ഇന്ത്യ ഇത് ഡീപ്പായിട്ട് ബാധിച്ചേക്കുക. ഇപ്പം 700, ഞാനിപ്പം സ്പെസിഫിക് ആയിട്ട് എടുക്കാം, ഈ പൂനെയിലെ കാര്യം. 700 പേർക്ക് അവിടെ ജോലിയുണ്ട്. അതുമായി ബന്ധപ്പെട്ടൊരു എക്കോണമി അവിടെ ഉണ്ട്. ഇതിനകത്ത് 3/4 ആൾക്കാരും വാടകയ്ക്ക് വന്ന് താമസിക്കുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട കടകളുണ്ട്, ചെറിയ ചെറിയ സ്റ്റോറുകളുണ്ട്, ഹോട്ടൽസ് ഉണ്ട്, റെസ്റ്റോറൻ്റ് ഉണ്ട്. അവരുടെ കഞ്ഞികൂടി മുട്ടിയില്ലേ? അത് ഇൻഡയറക്റ്റ് ജോലിയാണ്. ഇനി ഈ കമ്പനിയെ പറ്റി പറയുന്ന ഫെബ്രുവരി മുതൽ പ്രശ്നമുണ്ടായി. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് ഇന്നോ ഇന്നലെയോ ഈ ഇറാൻ ഇഷ്യൂലൊന്നും തുടങ്ങിയതല്ല. ഇത് കഴിഞ്ഞ 1-1.5 വർഷമായി തുടങ്ങിയിട്ട്. അത് ഇപ്പോഴാണ് ഇത്
ഇത് ആൾക്കാർ പതുക്കെ പതുക്കെ അറിയാൻ തുടങ്ങിയാണ്. ഈ കുട്ടികളൊക്കെ ലോൺ എടുത്ത് കാണും, എഡ്യൂക്കേഷൻ ലോൺ കാണും, അതിൻ്റെ കൂടെ ചിലപ്പോൾ വീട് മേടിക്കാനും മറ്റുള്ള കാര്യത്തിൽ ലോൺ എടുത്ത് കാണും. ഈ പെട്ടെന്ന് ഈ ലോൺ അടയ്ക്കാൻ പറ്റത്തില്ല. എങ്ങനെ അടയ്ക്കാൻ പറ്റും? ജോലി പോയി. പെട്ടെന്ന് ഈ 700 പേരിൽ ഒരു 100-150 പേർക്കും പെട്ടെന്ന് എവിടെയെങ്കിലും പോയാൽ ജോലി കിട്ടുമോ? ജോലി കിട്ടത്തില്ല. അതാണ് പട്ടിണിയിലോട്ട് പോകുന്നു. അതായത് പഠിച്ചങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് കിട്ടി ജോലി 1, 2 അല്ലെങ്കിൽ 3 വർഷമായി, അതും കൂടി പച്ച പിടിച്ച് വരുന്ന സമയത്താണ് ഈ ജോലി പോകുന്നത്. ഇതാണ് ഇന്ത്യയുടെ ഏറ്റവും അൺസർട്ടനിറ്റി എന്ന് പറയുന്നത്. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് യങ് ജനറേഷൻ ഈ പാർട്ടി പാർട്ടിയുടെ കൂടെ പോയിരിക്കുന്നത്. യാഥാർത്ഥ്യത അല്ലാതെ അതിനെ രാജ്യദ്രോഹം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ത്യ ഭരിക്കുന്നവരുടെ കൺസേൺഡാണിത്. അവരാണ് ഈ കാര്യം നോക്കേണ്ടത്. അവർക്ക് മനസ്സിലാകണം, ഒരു വർഷം ഇത്രയും കുട്ടികൾ വരുന്നു, ഇത്രയും പേർക്ക് ജോലി, അതെങ്ങനെ കൊടുക്കാൻ പറ്റും? ആരാണ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഇപ്പം ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർ തിരിച്ചോട്ട് പോവാണ്. ഔട്ട്ഫ്ലോ അങ്ങ് കൂടി, FDI വരുന്നില്ല, കംപ്ലീറ്റ് നെഗറ്റീവായി. ഇന്ത്യയുടെ സ്ഥിതി പരമദയനീയമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, റെസഷൻ മോഡിലോട്ട് ഇന്ത്യ പോവുകയാണ്, മാന്ദ്യത്തിലോട്ട്. ബാങ്കുകൾക്ക് പ്രശ്നമുണ്ടാകും. ഇത്രയും കമ്പനികളിൽ ജോലി ചെയ്യുന്ന പല ആൾക്കാർക്കും ജോലി പോയി. അവരുടെ EMI ബ്ലോക്കായി, കാറിൻ്റെ ലോൺ ബ്ലോക്കായി, 2 വീലറിൻ്റെ ലോൺ ബ്ലോക്കായി. പിന്നെ ഇങ്ങനെ അടയ്ക്കാൻ പറ്റും? ചില ബാങ്കുകൾ തന്നെ പൊട്ടിപ്പോവും. കാരണം ഈ ബാങ്കുകൾക്ക് ഇത്രയും EMI, ഇത്രയും സംഭവം ഒക്കെ വന്നു കഴിയുമ്പോൾ നാച്ചുറലായിട്ട് ബാങ്കുകളെ ബാധിക്കും, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ബാധിക്കും, ആ ഭാഗത്തെ എക്കോണമിയെ ബാധിക്കും. ഇന്ത്യക്ക് എമർജൻസി ആയിട്ട് ഈ കേന്ദ്ര ഗവൺമെൻറ് ചില കാര്യങ്ങൾ എടുക്കണം നയപരമായിട്ട്. അത് ആരുടെ വേണമെങ്കിലും കാലയെ പിടിച്ച് കാര്യങ്ങൾ സാധിച്ചോണം, അതാണ് ആവശ്യം. അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷൻ, പുതിയ ജനറേഷൻ ഈ ദുരന്തഗതിയിലോട്ടും പട്ടിണിയിലും പരിവട്ടത്തിലോട്ടും പോയി കഴിഞ്ഞാൽ അവൻ നാളെ സ്ട്രീറ്റിൽ വരും. സ്ട്രീറ്റിൽ വന്ന് ആവശ്യപ്പെടുന്നത് അവന് ആഹാരം കഴിക്കണം, അവന് ജോലി വേണം, അവന് ഫ്രീ ബീസ് വേണ്ട, അവന് ജോലി ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുക്കുക. ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമാണ്. ഇവിടെ ഹിന്ദുത്വയും ചാണകവും ഈ പറയുന്ന RSSും സംഘപരിവാറും രാജ്യദ്രോഹവും ഒന്നും വർക്കൗട്ട് ചെയ്യത്തില്ല. ഇവിടെ ആഹാരം മാത്രമാണ് വർക്കൗട്ട് ചെയ്യുന്നത്. ആഹാരം വേണം, ജീവിക്കാൻ ആഹാരം വേണം, ജോലി വേണം. ഇതിനെന്താണ് വഴി? ഇന്ത്യയിലെ പല സിറ്റികളിൽ ഇതുണ്ടാകാൻ പോവുകയാണ്. മനസ്സിലാക്കേണ്ടത്, 700 പേർക്ക് ജോലി കൊടുക്കുമ്പോൾ, ഡാറ്റ വെച്ച് നോക്കുമ്പോൾ പൂനെയിൽ ഏറ്റവും കൂടുതൽ ജോലി കൊടുക്കുന്ന ഒരു IT സ്ഥാപനമാണ് അടച്ചുപോയത്. ഏറ്റവും കൂടുതൽ ജോലി കൊടുക്കുന്ന IT സ്ഥാപനം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, 700 പേര് വർക്ക് ചെയ്യുന്ന ഒരു ഓഫീസ് സ്ട്രക്ചർ എന്തുവാന്ന്. അത് ആലോചിക്കുമ്പോഴേ മനസ്സിലാവാൻ സാധിക്കത്തുള്ളൂ. അത്രയും വലിയൊരു ഓഫീസ് സംഭവം കൊമേഴ്ഷ്യലായിട്ട് റൺ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ അടച്ചു പോയി കഴിയുമ്പോൾ ഇന്ത്യയുടെ പെടലിക്ക് പിടിച്ചിരിക്കുകയാണ് ഈ സാധനം. തെറ്റായ ഡിപ്ലോമസി, തെറ്റായ എക്കണോമിക് പോളിസി, അതിൻ്റെ പേരിൽ നമ്മൾ അനുഭവിക്കുകയാണ്. മോദി ഇന്ത്യക്ക് കൊടുത്ത വാഗ്ദാനമാണ് ഈ ചതി എന്ന് പറയുന്നത്. ഒരിക്കലും ഈഗോ കാണിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കരുത്. അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്തെ വെല്ലുവിളിക്കരുത്. അവൻ ഇത്രയും പേർക്ക് ഇന്ത്യയിൽ ജോലി കൊടുക്കുന്നുണ്ട്, ട്രംപിനോട് എല്ലാം കാണിച്ചുകൊണ്ട് എന്ത് പറയും? അവർക്ക് എന്ത് നഷ്ടമാ? മറ്റേ പണമുണ്ടാവും. ട്രംപ് പറയുന്നത് നാളെ പോകുന്നില്ല, അത്രയേ ഉള്ളൂ. പല കമ്പനികൾ ഇന്ത്യയിൽ കൊടുക്കേണ്ട ഹ്യൂജായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് വരേണ്ടതാണ്. ഒരാൾ പോലും വരുന്നില്ല. പാവം പിടിച്ച് ഓരോ ഇന്ത്യക്കാരനെയും ബാധിക്കുന്നു. തൊഴിലെന്ന് പറയുന്നത് ഇന്നത്തെ സമയത്ത് ഏറ്റവും വലിയ സംഭവമാണ് ജോലി എന്ന് പറയുന്നത്. മറ്റൊന്നുമല്ല ജോലി എന്ന് പറയുന്നത്. ഇത് ഇന്ത്യയിൽ മാത്രമല്ല, ലോകം മുഴുവനും. അവിടെയാണ് ഇന്ത്യ ഈ വലിയ കനത്ത അടി ഇന്ത്യക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിനെയാണ് ഓവർകം ചെയ്യേണ്ടത്. അല്ലാതെ ഇമേജും പോളിഷ് ചെയ്ത് നടക്കുകയും മെലോനി എടുത്ത് പോയിട്ട് മെലഡി എന്ന് പറഞ്ഞ് ചോക്ലേറ്റ് കൊടുത്തിട്ട് സെൽഫി എടുക്കുകയല്ല ഇവിടെ ഗവൺമെൻറ് ചെയ്യേണ്ടത്. ഗവൺമെൻറ് അടിയന്തരമായിട്ട് ഇതിൻ്റെ അകത്ത് ഇടപെടണം. എന്താണ് ആവശ്യം? യൂസ്ലെസ് ആയിട്ടുള്ള ഫിനാൻസ് മിനിസ്റ്റർ എടുത്ത് ദൂരെ കളയണം. മിടുക്കന്മാരായ എക്കണോമിക് പോളിസി അറിയാവുന്നവരെ കൊണ്ടുവന്നിരുത്തി ഇത് റിപ്പയർ ചെയ്യണം. ഇന്ത്യയിലെ ചെറുപ്പക്കാർക്ക് പ്രതീക്ഷ കൊടുക്കണം. അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കും ജോലിയും എല്ലാം കൂടെ വന്നു കഴിയുമ്പം ഇവിടെ മറ്റുള്ള പാറ്റ പാർട്ടിയാണോ മറ്റുള്ള പോച്ച പാർട്ടിയാണെന്ന്
അറിയത്തില്ല, അവർ തെരുവിൽ വരും. ഉറപ്പായിട്ടും തെരുവിൽ വരും. ജെൻസിയെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അവർ തെരുവിൽ വന്നാൽ പ്രശ്നമാണ്. ഈ പറയുന്ന എൻ്റെ പ്രായമുള്ളവരും ചിലപ്പോൾ എന്നേക്കാളും കൂടുതൽ പ്രായമുള്ളവരും ഒക്കെ ഉദ്ദേശിക്കുന്നതല്ല ജെൻസി. അവർക്ക് ഈ പേഷ്യൻസ് ഒന്നുമില്ല. അവൻ്റെ കാര്യം നടന്നില്ലെങ്കിൽ പ്രശ്നമാണ്. അതിനെ ആമിക്കബിൾ സൊല്യൂഷൻ ഉണ്ടാക്കാൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും മോദിയും തയ്യാറാകണം. ചെറുപ്പക്കാരുടെ കാര്യങ്ങൾ ഡീല് ചെയ്യണം. അവരാണ് ഇന്ത്യയുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. അവരെ നിങ്ങൾ ഇഗ്നോർ ചെയ്ത് പോകാൻ പറ്റത്തില്ല. അതിനകത്ത് രാജ്യദ്രോഹിയും ചാണകവും ഈ പറയുന്ന ഹിന്ദുത്വം ഒന്നും വർക്കൗട്ട് ചെയ്യത്തില്ല. ഏതായാലും പൂന തരുന്നൊരു തെളിവുണ്ട്. നാളെ എന്തും എങ്ങനെയും എവിടെയും ഇന്ത്യയിൽ എന്തും സംഭവിക്കാം. ടോപ്പായിട്ടുള്ള കമ്പനികൾ പോലും പൂട്ടിപ്പോൾ മനസ്സിലാക്കാൻ ഞാൻ സാധിക്കുന്നത് ഇന്ത്യയുടെ ടോപ്പ് IT കമ്പനികളും ക്രൈസിസിലാണ്. പലരും അങ്ങനെ ലേ ഓഫിന് വേണ്ടി പല ലിസ്റ്റും തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ചില കമ്പനികൾ കംപ്ലീറ്റ് ആയിട്ട് പൂട്ടിപ്പോകുമെന്നാണ് പറയുന്നത്. അതായത് വല്ലാത്തൊരു എഡ്ജിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ക്രൈസിസിലോട്ട് പോകുന്നതിന് മുമ്പ് ഗവൺമെൻറ് അടിയന്തരമായിട്ട് ഇടപെട്ട് സൊല്യൂഷൻ ഉണ്ടാക്കണം. അല്ലെങ്കിൽ ഇതെവിടെയും പിടിച്ചാൽ കിട്ടുന്ന സംഭവമേ അല്ല.